ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷൈമാസ് cookery. വളരെ ടേസ്റ്റി ആയിട്ട് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള 4 ചേരുവകൾ കൊണ്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണേ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഞാനിപ്പോൾ വലിയൊരു നേന്ത്രപ്പഴം അതേപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേന്ത്രപ്പഴത്തിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കലോ അതേപോലെ ഇതും തയ്യാറാക്കി എടുക്കാം. ഒരു വശം റെഡിയാക്കി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശം അതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. 3 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ട് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാതും കൂടി ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കരുത്, ഒരല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കി റെഡിയാക്കി എടുക്കുക. അത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് 2 നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മിക്സിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് നെയ്യ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അടിയിൽ പഴയ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാൻ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇത് അതേപോലെ ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഈ ഒരു പാനിൽ നിന്നും ഇത് റീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡിയാക്കി എടുക്കാനായി വീട്ടിലുള്ള സാധാ 4 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ ഒരു ഐറ്റം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും സ്നാക്കായിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സംഭവമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അയക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ 5 മിനിറ്റ് വിഭവത്തിനുണ്ട് ഷൈമാസ് cookery തീരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ദിവസം രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതൊരു ഫോളോ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.